ഹായ്, നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് അരി ഉണ്ട എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുക എന്ന്. അതിനുവേണ്ടി ഒരു 1/2 കിലോ അരി എടുത്ത് കഴുകി നല്ലതുപോലെ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ചൂടാക്കാം. ഒരു പാനിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ അത് ചൂടാക്കിയെടുക്കാൻ പറ്റും. അതിനായി നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അരി പൊട്ടി അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. പൊട്ടുന്ന സൗണ്ട് നല്ലതുപോലെ കേൾക്കാനും പറ്റും. ഈ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക. അതിൽ കൂടുതലായാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ടെക്സ്ചർ തന്നെ കീപ്പ് ചെയ്യണം. പിന്നെ അതൊരു മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കുക. അതേ ചൂടോടുകൂടി തന്നെ പൊടിക്കാൻ പാടില്ല. മിക്സിയിൽ നല്ല ചൂടടിച്ച് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഒരു പകുതി ചൂടിൽ തന്നെ അത് പൊടിച്ചെടുത്താൽ ഈ ഒരു രീതിയിൽ കിട്ടും. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകേണ്ടതില്ല, കുറച്ച് തരിയാവാം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ചീകിയെടുക്കുകയോ സ്ലൈസ് ചെയ്യുകയോ ഗ്രൈറ്റ് ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഈ ചീകി വെച്ച ശർക്കരയും നേരത്തെ എടുത്ത് വെച്ച അരിയും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും വേണമെങ്കിൽ ഏലയ്ക്ക, 2-3 കുരുമുളകോ, എരി വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഈ വറുത്ത് വെച്ച അരി ആ ശർക്കരയും തേങ്ങയും ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ മിക്സിയിലേക്കിട്ട് ഒന്ന് ഒതുക്കിയെടുക്കേണ്ടതുണ്ട്. ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും മിക്സിയിലിട്ട് പൊടിക്കുക എന്നല്ല, നമ്മൾ വിപ്പ് ചെയ്യുക. കാര്യം ഈ ചൂടോടുകൂടി തന്നെ അതിടുമ്പോൾ മിക്സി കണ്ടിന്യൂ കറങ്ങത്തില്ല, അത് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വിപ്പ് ചെയ്ത് കൊടുത്ത് അത് സ്പൂണ് കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചറിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ കൈകൊണ്ട് ചെറിയ ചെറിയ ബോളാക്കി മാറ്റാം. ജാനുവരി മാസത്തിലാണ് കേരളത്തിലുടനീളം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ എല്ലായിടത്തും ഉണ്ട നേർച്ചയും നടത്തി വരുന്നുണ്ട്. ഞങ്ങളുടെ ദേവാലയത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഉണ്ട ലേലം വരെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ട ചെയ്ത് നോക്കി അതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.